പൂക്കളുള്ള ചെടികൾ നമ്മുടെ ഗാർഡനിലോട്ടങ്ങ് വാങ്ങിച്ചു വെച്ചു കേട്ടോ. 4-5 ദിവസം കൊണ്ട് ഞാനൊരു തൂമ്പാപ്പണിക്കാരനും ചുമട്ടുതൊഴിലാളിയും അതുപോലെ തന്നെ മേസ്തിരിയും ഒക്കെ ആയി മാറിയ ഒരു പരിപാടിയാട്ടോ ഈ നടക്കുന്നത്. നമ്മൾ വരച്ച പ്ലാൻ പ്രകാരമുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ഗ്രൗണ്ടൊക്കെ ലെവലാക്കി ചെടികളൊക്കെ അങ്ങ് നട്ടു കേട്ടോ. ലോകോത്തര നിലവാരമുള്ള തൊഴിലാളികളായിരുന്നു കേട്ടോ പെബിൾസ് ഇവിടെ നിരത്തിയത്. പിന്നെ അതേ ടൈൽസ് ഇങ്ങനെ അങ്ങ് നിരത്തിയതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ പുല്ല് നടുന്നതിന് മുമ്പുള്ള മണ്ണങ്ങ് വിരിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പുല്ല് അങ്ങോട്ടങ്ങ് വിരിച്ച് രാത്രി 12 മണിയായി പരിപാടി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എടുത്ത് പെയിന്റ് തുടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിലേക്ക് അല്ലറ ചില്ലറ സാധനങ്ങളും നല്ല പൂക്കളും അടിപൊളിയായിട്ടുള്ള ചെടികളും അങ്ങ് മേടിച്ചു വെച്ചേ. ഏകദേശം നമ്മുടെ ഗാർഡന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെയറും കാര്യങ്ങളൊക്കെയാണ് മേടിച്ച് വെക്കാനുള്ളത്. അതിനുള്ള ഫണ്ട് അടുത്ത പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ പാസ്സാക്കി കിട്ടണമെന്നാട്ടോ നമ്മുടെ ഷായി ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഗാർഡൻ കാണാനിപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതായിരുന്നു ഇതിൻ്റെ പഴയ കോലം. ഇപ്പോൾ പിള്ളേർ ഹാപ്പിയായി, അവർക്ക് കളിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡൻ അങ്ങ് കിട്ടി കേട്ടോ.